വനിതാ നേതാവിന്റെ പരാതിയിൽ എറണാകുളത്ത് 2 DCC അംഗങ്ങൾക്കെതിരെ നടപടി. വനിതാ പഞ്ചായത്ത് അംഗത്തോട് മോശമായി സംസാരിച്ചു എന്ന പരാതിയിൽ എബി എബ്രഹാം, സൈജന്റ് ചാക്കോ എന്നിവരെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ബിനില, പാർട്ടി പെട്ടെന്നാണ് നടപടി വന്നിരിക്കുന്നത്, എന്തായിരുന്നു കാരണം? മാർഷൽ, പെട്ടെന്നുള്ള ഒരു നടപടി തന്നെ KPCCയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ കുറച്ചധികം കാലമായി നിലനിന്നിരുന്ന ഒരു പ്രശ്നമാണ് ഇത്. ഒരു വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗത്തോട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റും മോശമായി പെരുമാറി, അതായത് അവരെ മോശമായി സംസാരിച്ചു എന്നത് തന്നെയായിരുന്നു പരാതി. ഇത് പാർട്ടിക്കുള്ളിൽ നീറിപ്പുകഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ ആ വനിതാ നേതാവ് ശക്തമായ പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ പാർട്ടിക്ക് KPCCക്ക് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ടി വന്നു. PM നിയാസും K തുളസിയുമായിരുന്നു അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ. അവർ രണ്ടുപേരും എറണാകുളം DCCയിലെത്തി ഈ നേതാക്കളുടെ എല്ലാം വിശദീകരണം തേടി പരാതിക്കാരിയുടെ ഭാഗം കേട്ടു. അതിനുശേഷം അവർ നൽകിയ റിപ്പോർട്ടിൽ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് KPCC നേതൃത്വത്തെ അറിയിക്കായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 DCC അംഗങ്ങൾക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. ഇതിൽ സർജന്റ് ചാക്കോ അതോടൊപ്പം തന്നെ എബി എബ്രഹാം, ഈ 2 പേർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. ഇവരെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റാൻ KPCC അധ്യക്ഷൻ K സുധാകരൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജു ആണ് അത് സംബന്ധിച്ച നിർദ്ദേശം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. വനിതാ നേതാവിന്റെ പരാതിയിൽ എറണാകുളം DCC അംഗങ്ങളായിരുന്ന 2 നേതാക്കൾക്കെതിരെ ഇപ്പോൾ KPCC അച്ചടക്ക നടപടി എടുത്തിരിക്കുകയാണ്. 2 DCC അംഗങ്ങൾക്കെതിരെ KPCC അച്ചടക്ക നടപടി എടുത്തിരിക്കുകയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് നടപടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം.